ആഹാ, ഐശ്വര്യ വന്നില്ലെങ്കിൽ എന്താ, ചിന്നു വരുന്ന കണ്ടില്ലേ? വീട്ടിലുള്ളവരെക്കാളും അടിപൊളി ഡ്രസ് ഇട്ടിട്ടാണല്ലോ അവള് വരുന്നത്. ആ ഡ്രസ്സൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാ. ചിന്നു, യു ലുക്ക് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. കല്യാണി, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിട്ടാണോ നീ കോളേജിലേക്ക് ധാവണിയും പാവാടയൊക്കെ ഇട്ട് ശാലീന സുന്ദരിയായിട്ട് വരുന്നത്? യുവർ ലുക്ക് ഗ്രേറ്റ്. ഇതേ ടൈപ്പ് ഡ്രസ്സ് അണിഞ്ഞ് കല്യാണി കോളേജിലേക്ക് വന്ന അതോടെ കോളേജ് ബ്യൂട്ടീസൊക്കെ ഉദിച്ചു വരുന്ന സൂര്യന്റെ മുന്നില് നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാവുന്ന പോലെ മങ്ങിപ്പോവും. സാഹിത്യം തുടങ്ങിയല്ലോ. സാഹിത്യത്തില് ചിലപ്പോ നിശാന്ത് ഷേക്സ്പിയറിനെ പോലും തോൽപ്പിക്കും. ഷേക്സ്പിയറുടെ സ്വപ്നത്തിൽ വന്ന് ഉറക്കം കെടുത്തിയ ജൂലിയറ്റ് ഇതുപോലെ വന്ന് നിൽക്കുമ്പോ സാഹിത്യത്തിന്റെ ഒരു ഗന്ധം പോലും അടിക്കാത്ത എന്നെ പോലുള്ള ഒരാൾക്ക് ചിലപ്പോ സാഹിത്യമൊക്കെ വന്നിരിക്കും. മാഹി ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? മോളെ, നമ്മുടെ കല്യാണിയെ കണ്ടില്ലേ? നീ ഇവിടെ വാചകം അടിച്ചോണ്ട് നിൽക്കാണോ? നീ ഇവിടുത്തെ പാചകക്കാരിയല്ലേ? ഗസ്റ്റുകളെ പോലെ കുണുങ്ങി നിൽക്കാതെ പോയി ഫുഡ് ഉണ്ടാക്കടി. എന്താ ദക്ഷ, അവൾ നമ്മളുടെ കോളേജിൽ പഠിക്കുന്നതല്ലേ? ഷീ ഈസ് നോട്ട് മൈ കോ സ്റ്റുഡന്റ്. അവൾ ഈ വീട്ടിലെ വേലക്കാരിയാ. ഒരു വേലക്കാരി അവളുടെ സ്ഥാനത്ത് നിൽക്കണം. വീട്ടിലെ മുതലാളിയോട് മത്സരിക്കരുത്.